നിങ്ങൾ യു എയിൽ താമസിക്കുന്ന മലയാളിയാണോ? നിങ്ങൾക്ക് യു എയിൽ സ്വത്തുണ്ടോ? അങ്ങനെയെങ്കിൽ നിർബന്ധമായും ഈ 1 മിനിറ്റ് കാണണം. യു എയിലെ പുതിയ നിയമം അനുസരിച്ച് അനന്തരാവകാശികളോ അല്ലെങ്കിൽ വിൽപത്രമോ ഇല്ലാത്ത സ്വത്തുക്കൾ ഇനി മുതൽ ചാരിറ്റി ഫണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതായത് ഒരാൾക്ക് ദുബായിൽ ഒരുപാട് സ്വത്തുണ്ടെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അനന്തരാവകാശികൾ ആരും തിരക്കി വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ വിൽപത്രമോ ഇല്ലെങ്കിൽ ആ സ്വത്ത് മുഴുവനായും ചാരിറ്റി ഫണ്ടിലേക്ക് കൈമാറ്റം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് പലതരത്തിലുള്ള അനിശ്ചിതത്വവും ഉണ്ടായിരുന്നു. നിയമപ്രശ്നങ്ങളൊക്കെയും കൂടിയത് കൊണ്ടാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്നാണ് UAE അതോറിറ്റി അറിയിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ആരെങ്കിലും ഈ സ്വത്തുക്കൾ തേടി വന്നില്ലെങ്കിലോ വിൽപത്രം ഇല്ല എങ്കിലോ ഈ സ്വത്ത് മുഴുവൻ ചാരിറ്റി ഫണ്ടിലേക്ക് മാറും. നേരത്തെ പലതരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ ഇത്തരത്തിൽ ബാങ്കുകളിൽ ഫ്രീസ് ആയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം കൂടി കൊണ്ടുവരാനാണ് ഇത്തരത്തിൽ ഈ നിയമം മാറ്റുന്നത്. ചാരിറ്റി ഫണ്ടിനെ മേൽനോട്ടം വഹിക്കുന്നതിന്, ആ ഫണ്ട് കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക അതോറിറ്റിയെ കൂടി നിയമിക്കുന്നുണ്ട്. ആ അതോറിറ്റിയാകും സുതാര്യമായി ഈ ഫണ്ടുകളൊക്കെയും കൈകാര്യം ചെയ്യുക. ഒപ്പം തന്നെ ഈ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 18 വയസ്സിൽ നിന്ന് 15 വയസ്സിലേക്ക് അതിന്റെ ഒരു കൈമാറ്റ പ്രായം മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരാളുടെ സ്വത്ത് 15 വയസ്സ് മുതൽ അയാൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ള പുതിയ നിയമവും ഇന്നലെ മുതൽ അത് പ്രാബല്യത്തിൽ വന്നിരുന്നു. എന്നാൽ കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ സ്വത്തുമായി ബന്ധപ്പെട്ട് 18 വയസ്സിൽ താഴെയുള്ളവർ എത്തരത്തിൽ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ തീരുമാനം എടുക്കുന്നത് കോടതിയാണ്.